الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. അള്ളാഹുവിനെ ആയിരം സ്തുതിക്കുകയാണ്. നമ്മൾ എത്ര സ്തുതിച്ചാലും അള്ളാഹു ചെയ്യുന്ന നിയമത്തിന് ആവുകയില്ല. എന്നാലും നമ്മെ കൊണ്ട് കഴിയുന്ന അത്ര അള്ളാഹുവിനെ സ്തുതിക്കുന്നു. നമ്മുടെ രാജ്യത്ത് ചെറിയ തോതിലെങ്കിലും വിവാഹ ചെലവുകൾ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും അറിയാം. സ്ത്രീധന സമ്പ്രദായമുണ്ടായിരുന്നത് നാം പ്രസംഗിച്ച് അത് എടുക്കപ്പെട്ടു പോയി. അള്ളാഹുവിൻ്റെ ഒരു സഹായമാണ്. സ്ത്രീധനം ചോദിച്ച് വില പറഞ്ഞ് കിട്ടുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി. അൽഹംദുലില്ലാഹ്. എന്നാലും ഒരു മകളെ വിവാഹം ചെയ്ത് അയക്കുമ്പോൾ അവർക്ക് ചെറിയ തോതിലുള്ള ആഭരണമെങ്കിലും കൊടുക്കൽ രക്ഷിതാവിൻ്റെ ഒരു കടമയും ഒരു സന്തോഷവും ആണ്. ആ നിരക്കാണ് 850 വിവാഹം അടുത്ത ദിവസം ഞായറാഴ്ച പാടന്തറ ബർക്കത്തിൽ വെച്ച് ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചത്. ആ തീരുമാനം പ്രഖ്യാപിക്കുകയും എല്ലാവരും സഹായം നൽകണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്തത് സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ പ്രവർത്തകന്മാർ ധാരാളം സഹായിക്കാൻ മുമ്പോട്ട് വന്നതായി അറിയുന്നു. അതിൽ ഞാൻ വളരെയധികം അള്ളാഹുവിനെ സ്തുതിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നു. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇനിയും ധാരാളം സഹായങ്ങൾ അതിന് ആവശ്യമുണ്ട് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഈ അടുത്ത ഞായറാഴ്ച നടക്കുന്ന നിക്കാഹ് സംരംഭത്തിലേക്ക് നിങ്ങളെല്ലാവരും കഴിവിൻ്റെ പരമാവധി ഇനിയും സഹായിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ഭർത്താവില്ലാത്ത ഒരു സ്ത്രീക്ക് ഭർത്താവിന് ഉണ്ടാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാർ ചെയ്യുന്ന എല്ലാ ഭക്ഷണവും വസ്ത്രവും താമസവും നൽകി സഹായിക്കുകയോ ചെയ്യുന്നവർക്ക് ഒരു രാത്രി മുഴുവനും നിസ്കരിക്കുകയും പകൽ മുഴുവൻ നോമ്പനുഷ്ഠിക്കുകയും ചെയ്തവരുടെ പ്രതിഫലം ഉണ്ട് എന്ന് ഹദീസിൽ നാം കാണുന്നു. മറ്റൊരു ഹദീസിൽ കൽ ഖായിമി ഫീ സബീലില്ലാഹ് എന്നും കാണാം. അള്ളാഹുവിൻ്റെ മാർഗത്തിലായി നിന്ന് നിസ്കരിക്കുന്നവരെ പോലെയാണ് എന്ന്. ഏതായിരുന്നാലും ഈ സൽക്കർമ്മത്തിന് ധാരാളം ആളുകൾ മുമ്പോട്ട് വന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. ഞാൻ പ്രസ്താവിച്ചതിൻ്റെ ശേഷം തന്നെ പല ആളുകളും ഇതിൽ വന്നിട്ടുണ്ട്. ഇനിയും എല്ലാവരും ഈ അഭ്യർത്ഥന കേൾക്കുന്നവർ ആ നല്ല വിഷയത്തിലേക്ക് ഭാരിച്ച തുക സംഭാവന നൽകണമെന്നും എല്ലാവിധ സഹായവും നൽകണമെന്നും ഞാൻ ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ലത് പറയാനും പ്രവർത്തിക്കാനും തൗഫീഖ് നൽകിത്തരുമാറാകട്ടെ. അതിനുള്ള ദീർഘ ആയുസ് അള്ളാഹു നമുക്ക് പ്രധാനമായി നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ
سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين.